തിരഞ്ഞെടുക്കപ്പെട്ട MLA മാരെല്ലാവരും കൂടി ചേർന്നിരുന്ന് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ലളിതമായ രീതി. പക്ഷേ കോൺഗ്രസ് പാർട്ടി അത് വളരെ സങ്കീർണമായ പല പല നടപടിക്രമങ്ങളിൽ കൂടി കടത്തിക്കൊണ്ട് പോയിട്ട് അവസാനം ഈ പാലാഴി കടഞ്ഞ് അമൃത് എടുത്ത പോലെ ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ തിരഞ്ഞെടുത്തു. പിന്നെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തിട്ട് വളരെ വേഗത്തിൽ മറ്റ് മന്ത്രിമാരെ തീരുമാനിക്കാൻ കഴിഞ്ഞു. കാരണം മുതിർന്ന നേതാക്കൾ തമ്മിൽ കൂടിയാലോചിച്ച് ഈ ജയിച്ചു വന്ന ആളുകളിൽ നിന്ന് ഒരു 20 പേരെ മന്ത്രിമാരായിട്ട് തിരഞ്ഞെടുത്തു. അതിൽ തന്നെ ലീഗിൻ്റെ മന്ത്രിമാരെ അവർ നേരത്തെ കണക്കാക്കി വെച്ചിരുന്നു. അവിടെയും കുറച്ച് ചേറ്റലും കൊഴിക്കലൊക്കെ ഉണ്ടായി. അവരും 5 പേരുടെ ലിസ്റ്റ് കൊടുത്തു. പിന്നെ കേരള കോൺഗ്രസ്സിന് ഒരു മന്ത്രിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഒരു മന്ത്രി ചീഫ് വിപ്പും എന്ന് അവർ സമ്മതിച്ചു. RSPക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. CMPക്കോ അതുപോലെ ജേക്കബ് ഗ്രൂപ്പിന് അത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ നമ്മുടെ മാണി സി കാപ്പൻ്റെ കാര്യത്തിലാണ് ഇനി ഒരു തീരുമാനം ഉണ്ടാകാൻ ബാക്കി നിൽക്കുന്നത്. ഇത്രയും ബാക്കി നിർത്തി മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് കോൺഗ്രസിൻ്റെ മന്ത്രിമാരാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കൂടെ അദ്ദേഹത്തെ പിന്തുണച്ച ഒരാളായിട്ട് നമ്മുടെ K മുരളീധരൻ മാത്രമേ ഉള്ളൂ. രമേശ് ചെന്നിത്തലയുടെ കൂടെ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ബാക്കി ഏറെക്കുറെ എല്ലാ മന്ത്രിമാരെയും തീരുമാനിച്ചത് ഹൈക്കമാൻഡാണ്. അതായത് KC വേണുഗോപാലാണ്. വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണ് ബാക്കി പ്രധാനപ്പെട്ട വകുപ്പ് കൈയാളുന്ന എല്ലാ ആളുകളും തന്നെ. റവന്യൂ മന്ത്രി, വിദ്യുച്ഛക്തി മന്ത്രി, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രി, അങ്ങനെ മിക്കവാറും എല്ലാ മന്ത്രിമാരും തന്നെ അദ്ദേഹമാണ് തീരുമാനിച്ചത്. അപ്പം അങ്ങനെ ഒരു കൂട്ടുകക്ഷി സർക്കാർ എന്നുള്ളതല്ല, കൂട്ട് ഗ്രൂപ്പ് സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ വകുപ്പ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ അത് ഇതിനേക്കാളും വലിയ തലവേദനയായി. കാരണം വെച്ചാൽ വകുപ്പ് ആർക്ക് കൊടുക്കണം എന്നുള്ളതല്ല, ഈ ഘടകകക്ഷികളുമായിട്ട് ഏതാനും വകുപ്പുകൾ കൊടുക്കാനും വാങ്ങാനും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് ലീഗുമായിട്ടാണ്. ലീഗിൻ്റെ കൈവശം വരുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണം എന്ന് കോൺഗ്രസ് താല്പര്യപ്പെട്ടു. അതിന് പകരം ലീഗിന് ഏത് വകുപ്പ് കൊടുക്കും എന്ന കാര്യത്തിലും വിഷമമുണ്ടായിരുന്നു. ഫിഷറീസ് വകുപ്പ് കൊടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോൾ ലത്തീൻ സഭയുടെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായി. അത് കഴിഞ്ഞ് അവർ ഒരു വിധത്തിൽ സാന്ത്വനിപ്പിച്ച് ഈ ഫിഷറീസ് വകുപ്പ് ലീഗിന് കൊടുത്തു. കൂട്ടത്തിൽ ഗ്രാമവികസന വകുപ്പും കൊടുത്തു. പകരമായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചു. പിന്നെ ഈ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീ ശിശു സംരക്ഷണ വകുപ്പുണ്ട്. അത് പണ്ട് ഈ സാമൂഹ്യ ക്ഷേമ വകുപ്പിലുണ്ടായിരുന്നു. പിന്നെ സാമൂഹ്യ നീതി വകുപ്പിലുണ്ടായിരുന്നതാണ്. അത് മാർക്സിസ്റ്റ് ഭരണകാലത്ത് അവിടെ നിന്ന് വേർപെടുത്തി പുതിയൊരു വകുപ്പാക്കി മാറ്റിയതാണ്. അത് രണ്ടു നേരത്തെ ശ്രീമതി വീണ ജോർജിൻ്റെ ആയിരുന്നു. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഈ വനിതാ ശിശുക്ഷേമ വകുപ്പ് അത് വേർപെടുത്തി കോൺഗ്രസിൻ്റെ കയ്യിലായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ മാറ്റങ്ങൾ വന്നു. പിന്നെ ഗതാഗത വകുപ്പ് CP ജോണിനെ ഏൽപ്പിച്ചു. തൊഴിൽ വകുപ്പ് നേരത്തെ ഷിബുവിൻ്റെ വകുപ്പായിരുന്നു, അത് ഇപ്പോൾ ബിന്ദു കൃഷ്ണക്ക് കൊടുത്തു. ഇങ്ങനെ ചെറിയ മാറ്റങ്ങളുള്ളൂ. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് റവന്യൂ വകുപ്പിൽ AP അനിൽകുമാർ വന്നാണ്. അതായത് കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് റവന്യൂ വകുപ്പ് കിട്ടുന്നത്. കാര്യം നമ്മൾ വലിയ സിദ്ധാന്തമൊക്കെ പറയും ഇല്ലേ, പുരോഗമനം, ജനാധിപത്യം, മതേതരത്വം ഒക്കെ പറയുമ്പോഴും ഈ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇന്ന് വരെ മുഖ്യമന്ത്രിയായിട്ടില്ല, ആഭ്യന്തരമന്ത്രിയായിട്ടില്ല, വ്യവസായ മന്ത്രിയായിട്ടില്ല, ആരോഗ്യമന്ത്രിയായിട്ടില്ല, റവന്യൂ മന്ത്രിയും ആയിരുന്നിട്ടില്ല. ഇപ്പോൾ റവന്യൂ വകുപ്പ് ആദ്യമായിട്ട് കിട്ടുകയാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ ചെറിയ വകുപ്പല്ല. PT ചാക്കോ അല്ലെങ്കിൽ KR ഗൗരിയമ്മ, അതുപോലെ KM മാണി, ബേബി ജോൺ, PJ ജോസഫ്, PS ശ്രീനിവാസൻ, അങ്ങനെ പ്രഗത്ഭന്മാർ ഭരിച്ച വകുപ്പാണ്. അപ്പോൾ ആ വകുപ്പ് മാത്രമല്ല, അത് ഈ ഭൂപരിഷ്കരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഭൂപരിഷ്കരണത്തിന് കേരളത്തിൽ വലിയ തിരിച്ചടി കിട്ടിയ ഒരു വിഭാഗമുള്ളൂ പട്ടിക സമുദായക്കാർ. അപ്പോൾ അവരുടെ ഒരു പ്രതിനിധി റവന്യൂ വകുപ്പിൽ വരുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ വിചാരിക്കും. ഇനി പട്ടികജാതിക്കാരനായ അനിൽകുമാർ റവന്യൂ മന്ത്രി ആയതുകൊണ്ട് പട്ടികജാതിക്കാർക്ക് എന്ത് നേട്ടമുണ്ടാവും, എന്ത് പുണ്യം കിട്ടും എന്ന് ചോദിച്ചാൽ അത് വേറെ ചോദ്യമാണ്. എങ്കിൽ പോലും അവരുടെ ഒരു പ്രതിനിധി ആ സ്ഥാനത്ത് വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെയുള്ള മറ്റു കാര്യങ്ങൾ, ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അഡ്വക്കേറ്റ് ജനറലിനെ തീരുമാനിച്ചു, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തീരുമാനിച്ചു, പിന്നെ സ്പീക്കറെ തിരഞ്ഞെടുത്തു. സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കറുമായി. അതിൽ വളരെ പരിചയസമ്പന്നനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് ചെറിയ താല്പര്യക്കുറവുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അത് വളരെ ഉചിതമായൊരു തീരുമാനമാണ്. കാരണം ഈ VM സുധീരനെ പോലെ അല്ലെങ്കിൽ G കാർത്തികേയനെ പോലെ സ്വതന്ത്രമായിട്ടും നിഷ്പക്ഷമായിട്ടും നിർഭയമായിട്ടും തീരുമാനമെടുക്കാൻ കഴിവുള്ള ആളാണ് തിരുവഞ്ചൂർ. അപ്പോൾ അദ്ദേഹത്തെ പോലെ സീനിയറായിട്ടുള്ള ഒരാൾ ഇപ്പോൾ സതീശൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരിക്കും വെച്ചാൽ അദ്ദേഹത്തിനും ഒരു കുറച്ചൊരു വൈക്ലഭ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നതിൽ ആ രീതിയിലൊരു അനൗചിത്യമുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരാളെ സഭാനാഥനായിട്ട് അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഈ സഭാനാഥൻ്റെ കാര്യത്തിലൊരു പ്രത്യേകത,
മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സഭയിലുള്ള 140 മെമ്പർമാരും 139 പേരും അദ്ദേഹത്തെ സാർ എന്നാണ് വിളിക്കുക. അങ്ങനെ എല്ലാവരാലും സാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് തിരുവഞ്ചൂർ മാറിയിരിക്കുക. അപ്പോൾ സീനിയറായിട്ടുള്ള ഒരാൾക്ക് ആ സ്ഥാനം കൊടുത്തു. അതുപോലെ പ്രോട്ടൈം സ്പീക്കറായിട്ട് ജി സുധാകരനെ തീരുമാനിച്ചു. ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ഷാനിമോൾ ഉസ്മാനെ കൊണ്ടുവന്നു. ഷാനിമോൾ യഥാർത്ഥത്തിൽ മന്ത്രിസ്ഥാനമൊക്കെ അർഹിച്ചിരുന്നു. പിന്നെ ഈ സാമുദായികമായ വീതം വെപ്പിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ 5 മന്ത്രിസ്ഥാനം ലീഗിന് കൊടുത്താൽ പിന്നെ ഒന്നേ കോൺഗ്രസ്സിന് കൊടുക്കാനുണ്ടാവുള്ളൂ മുസ്ലിം സമുദായത്തിൽ. അങ്ങനെ വന്ന സീറ്റ് വയനാട്ടിൽ നിന്നുള്ള മെമ്പർ എന്നുള്ള നിലയ്ക്കും പിന്നെ ഉമ്മൻ സാറിൻ്റെ ഗ്രൂപ്പ് പ്രതിയായിരുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ സിൽബന്തി എന്നുള്ള നിലയ്ക്കും സിദ്ദിഖ് പിടിച്ചു വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഷാനിമോളെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു പൊസിഷൻ ഇല്ലാണ്ട് തോന്നുന്നു. അതാണ് അവരെ ഇവിടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് എടുത്തിട്ട് സത്യത്തിലൊരു വനിതാ ശിശുക്ഷേമ വകുപ്പ് അല്ലെങ്കിൽ കുറച്ചുകൂടി കാതലുള്ളൊരു വകുപ്പ് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഇപ്പോൾ VT ബലറാമിന് മന്ത്രിസ്ഥാനം കിട്ടിയിട്ടില്ല. മാത്യു കുഴൽനാടൻ വലിയ ഭരണഘടനാ പണ്ഡിതനാണ്, പക്ഷേ അദ്ദേഹത്തിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊക്കെ സ്വാഭാവികമായിട്ടും മുന്നണി സംവിധാനത്തിൽ ഇങ്ങനെ പല ത്യാഗങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കിയാൽ മതി. അതേ സമയത്ത് OJ ജനീഷ് എന്നൊക്കെ പറഞ്ഞ് വളരെ പുതുമുഖങ്ങളായ ആളുകൾക്ക് അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയിട്ടുണ്ട്. KA തുളസി മന്ത്രിയാവുന്നു, ഷാനിമോൾ മന്ത്രിയാകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ സാമുദായികമായിട്ടുള്ള ചില വീതം വെപ്പിൻ്റെ ഭാഗമായി സംഭവിച്ചു പോയതാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഗ്രൂപ്പ്, സമുദായം, മതം, ജാതി, അതുപോലെ ജില്ല, ഇങ്ങനെ പല പരിഗണനകളും വരും. പിന്നെ ഘടകകക്ഷികൾ എന്ന പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ ഘടകകക്ഷിയിൽ നിന്നാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാർ ഭൂരിപക്ഷം പേരും വന്നിട്ടില്ല. ഉദാഹരണത്തിന് CP ജോൺ അങ്ങനെ കുർബാനയും കുമ്പസാരം കുന്തിരിക്കും ഇല്ലാത്ത ആളാണ്. എന്നാലും അല്ലാതെ പേര് ജോൺ എന്നാണല്ലോ, അതുകൊണ്ട് ആ പള്ളിയിലെ പുള്ളി ഇരുത്താൻ പറ്റും. CP ജോൺ, ഷിബു ബേബി ജോൺ, അതുപോലെ അനൂപ് ജേക്കബ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ മുഴുവനായി. പിന്നെ ഇപ്പുറത്തുനിന്ന് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? സണ്ണി ജോസഫ് KPC പ്രസിഡൻ്റാണ്, അദ്ദേഹത്തെ എവിടെയെങ്കിലും എടുത്തണ്ടേ? അപ്പോൾ ഒരു മന്ത്രി, അടുത്ത ഒരു മന്ത്രി റോജി M. ജോൺ. കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വാങ്ങിച്ചേക്കുന്നത് ഈ സിറിയൻ കത്തോലിക്ക ബിഷപ്പുമാരുടെ താല്പര്യപ്രകാരമാണ്. അപ്പോൾ അവർക്ക് ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ആ പോർട്ട്ഫോളിയോയിൽ ഇരുത്തണം. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ വകുപ്പ് കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രായോഗികമായിട്ടുള്ള ഒരുപാട് പരിഗണനകൾ ഇതിൻ്റെ അകത്ത് വന്നു എന്നുള്ളതാണ് സത്യം. ലത്തീൻ കത്തോലിക്ക സഭയുടെ അതിനൊന്നും ഒരു കഥയില്ല. ഈ ലത്തീൻ കത്തോലിക്കർ തന്നെ ഏത് കാലത്ത് ഫിഷറീസ് വകുപ്പ് ഭരിക്കണം അല്ലെങ്കിൽ ധീവര സമുദായക്കാർ ഭരിക്കണം എന്നൊന്നും ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. സത്യത്തിൽ ഇത് ഒരു തരത്തിലുള്ള അവഹേളനമാണ്. ഈ ലത്തീൻ സമുദായത്തിൽ നിന്ന് ജയിച്ചു വരുന്ന ആൾക്ക് ഫിഷറീസ് വകുപ്പ് കൊടുക്കും എന്ന് പറഞ്ഞാൽ അത് ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം പോലെയല്ലേ. അതൊരു ശരിയായ രീതിയല്ല. ഇപ്പോൾ അതുപോലത്തെ ഒരു അവഹേളനം സാധാരണ ഇഴവ സമുദായത്തിൽ നിന്ന് വരുന്ന മന്ത്രിമാർക്ക് ഉണ്ടാവും. എക്സൈസ് വകുപ്പ് എപ്പോഴും അവർക്ക് കൊടുക്കുക. ഇത്തവണ നോക്കൂ, ആർക്കാ കൊടുത്തതിന് എക്സൈസ് വകുപ്പ്? നേരത്തെ ആർക്കാ കൊടുത്തത്? ഇല്ലേ? എക്സൈസ് വകുപ്പ് ഏതെങ്കിലും നായരോ നമ്പൂരിയോ നസ്രാണിയോ ഭരിക്കുന്നത് നിങ്ങളുണ്ടോ? അത് ചെയ്യില്ല. കാരണം ഒരിക്കലും ചെയ്യില്ല. കാരണം എക്സൈസ് വകുപ്പ് എന്ന് വെച്ചാൽ അത് ഇടവർ ഇരിക്കേണ്ട വകുപ്പാണ് എന്നാണ് K. ബാബു. അല്ലെങ്കിൽ പണ്ട് SNDP വകുപ്പ് പ്രസിഡന്റ് N. ശ്രീനിവാസൻ, അത് എക്സൈസ് മന്ത്രിയാണ്. ഏത് കാലത്തും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ മാത്രമായിട്ടൊരു മാറ്റം ഉണ്ടായില്ല. MP രാജേഷിന് ആ വകുപ്പ് കൊടുത്തു. അങ്ങനെയാണ് സാധാരണ ഇങ്ങനെ ഒരു ജാതീയമായ ഒരു വിഭജനം ഇതിൻ്റെ അകത്തുണ്ട്. അത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ തവണ ലത്തീൻകാർക്ക് പൊതുവെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. സജി ചെറിയാനായിരുന്നു ഫിഷറീസ് മന്ത്രി. സജി ചെറിയാനും ഇത് തമ്മിൽ വല്ല ബന്ധമുണ്ട്. അദ്ദേഹം മീൻകറി കൂട്ടി ഊട് കഴിക്കുന്ന ആളാണ്, അത്രേ ഉള്ളൂ. അതല്ലാതെ സജി ചെറിയാൻ മധേരുവാങ്കൂറുകാരനാണ്, ഇല്ലേ, ചെങ്ങന്നൂർക്കാരനാണ്. അദ്ദേഹം ഫിഷറീസുമായിട്ട് വല്ല അന്ന് ഈ മെത്രാന്മാർക്ക് വല്ല വിഷമമുണ്ടായിരുന്നു. അവർ സങ്കടം ഉണ്ടെങ്കിൽ തന്നെ ആരോടെങ്കിലും പറഞ്ഞു. ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഈ സർക്കാർ വന്നപ്പോഴാണ് അവർക്ക് സങ്കടം. കഴിഞ്ഞ സർക്കാരിൽ ഒരു സങ്കടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു ഇളതരം കാണുമ്പോൾ വാദം കോച്ചും എന്ന് പറഞ്ഞ പോലത്തെ ഒരു പരിപാടിയാണ്. അതൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ബിഷപ്പുമാരുടെയൊക്കെ വിഷമവും അവരുടെ താല്പര്യമൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പെട്ടെന്ന് എന്താണ് കത്തോലിക്ക മെത്രാന്മാർക്ക് താല്പര്യം തോന്നി. അപ്പോൾ ഇതിലൊക്കെ പലതരത്തിലുള്ള പല താല്പര്യങ്ങളും മറ്റ് പല ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉണ്ട്. അത്രേ ഉള്ളൂ.